ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കുട്ടി അയ്യപ്പ ശരണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ. 41 ദിവസത്തെ വ്രതകാലത്തിൻ്റെ സമാപനം. ഇന്ന് മണ്ഡലപൂജ. അമൃതവർഷിണിയുടെ പ്രിയപ്പെട്ട എല്ലാ വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ശ്വേതകേതുവിൻ്റെ സംശയങ്ങൾ. ഛാന്ദോഗ്യോപനിഷത്തിലെ 6-ാം അധ്യായം 8-ാം ഖണ്ഡത്തിലെ 7-ാമത്തെ ശ്ലോകത്തിലാണ് തത്വമസി മഹാവാക്യം വരുന്നത്. തത് എന്നാൽ ബ്രഹ്മമെന്നും ത്വം എന്നാൽ ജീവനെന്നും അർത്ഥമാക്കണമെന്നാണ് ആചാര്യമതം. തത്വമസി എന്ന മഹാകാവ്യം കൊണ്ട് ബ്രഹ്മത്തിൻ്റെയും ജീവൻ്റെയും ഏകത്വം നമുക്ക് ദർശിക്കാൻ സാധിക്കും. എന്നാൽ രണ്ടിൻ്റെയും ഐക്യം വാച്യാർത്ഥത്തിൽ അല്ല എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. ഈ ഏകത്വം ലക്ഷ്യാർത്ഥത്തിലാണ്. കാരണം സൂര്യനും മിന്നാമിനുങ്ങും രാജാവും ഭൃത്യനും കടലും കിണറും മഹാമേരുവും പരമാണുവും പോലെ വിരുദ്ധ ധർമ്മങ്ങളോട് കൂടിയവയാണ് ഇത് രണ്ടും. നാം ഓരോരുത്തരും ഈശ്വരനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ് ഈശ്വരനെന്ന് തെറ്റിദ്ധരിക്കരുത്. ശരീരമോ മനസ്സോ ബുദ്ധിയോ ഈശ്വരനല്ല. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സമഷ്ടി ചൈതന്യമായ ബ്രഹ്മം വൃഷ്ടിശരീരമായ ഓരോന്നിനും പ്രകടമാകുമ്പോൾ അതിനെയാണ് നാം ആത്മാവ് എന്ന് വിവക്ഷിക്കുന്നത്. എന്നിൽ കുടികൊള്ളുന്ന ആത്മാവ് തന്നെയാണ് എങ്ങും നിറഞ്ഞ ബ്രഹ്മം. ഈ ഐക്യത്തെയാണ് തത്വമസി മഹാവാക്യം പ്രതിനിധാനം ചെയ്യുന്നത്. ശ്വേതകേതു ഉദ്ദാലക അരുണിയുടെ പുത്രനും ഉപനിഷത്തുകളിൽ പ്രതിപാദിക്കുന്ന പ്രമുഖ തത്വചിന്താ കഥാപാത്രവുമാണ്. ഒരിക്കൽ ഉദ്ദാലക അരുണിയും പുത്രനുമായ ശ്വേതകേതുവും തമ്മിൽ സംവാദത്തിലേർപ്പെട്ടു. തത്വമസിയുടെ തത്വപൊരുൾ അനാവരണം ചെയ്യപ്പെടുന്നതായിരുന്നു അവരുടെ സംവാദം. ഉദ്ദാലക മഹർഷി മകനോട് ഒരു പ്രത്യേക സന്ദർഭത്തിൽ പറഞ്ഞ വാക്കായാണ് തത്വമസി, അത് നീ തന്നെ ആകുന്നു. ഇത് കേട്ട് ശ്വേതകേതുവിന് താൻ എങ്ങനെ പരമാത്മാവാകുമെന്ന് സംശയം ഉദിച്ചു. അച്ഛനോട് ശ്വേതകേതു ഈ സംശയം ഉന്നയിച്ചു. അതിന് മറുപടിയായി ഉദ്ദാലകൻ മകനോട് കുറച്ച് അഗ്നി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. മകൻ ഉടൻ തന്നെ ഒരു വിളക്ക് തെളിയിച്ചു കൊണ്ടുവന്നു. നിന്നോട് അഗ്നി കൊണ്ടുവരാനല്ലേ പറഞ്ഞത് എന്ന് ഉദ്ദാലകൻ തിരിച്ചു ചോദിച്ചു. ശ്വേതകേതു പിന്നീട് ഒരു തിരി വീണ്ടും തെളിയിച്ച് കൊണ്ടുവന്നു. നിന്നോട് അഗ്നി കൊണ്ടുവരാൻ അല്ലേ ആവശ്യപ്പെട്ടത് എന്ന് പിതാവ് മകനോട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു. ശ്വേതകേതു പിന്നീട് ഒരു കനൽക്കട്ട എടുത്തു കൊണ്ടുവന്നു. പഴയ ചോദ്യം മഹർഷി വീണ്ടും ആവർത്തിച്ചപ്പോൾ ശ്വേതകേതുവിന് ദേഷ്യവും സങ്കടവും അടക്കാനായില്ല. അവൻ അച്ഛനോട് തിരിച്ചു ചോദിച്ചു, എങ്ങനെയാണ് അഗ്നി മാത്രമായി കൊണ്ടുവരാനാവുക? അതിന് ഒരു ഇരിപ്പിടം വേണ്ടേ? മകനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഉദ്ദാലകൻ പറഞ്ഞു, അതെ, അതാണ് നിന്റെ ചോദ്യത്തിൻ്റെ ഉത്തരവും. അഗ്നിക്ക് സ്ഥിതി ചെയ്യാൻ ഒരു ഉപാധി ആവശ്യമാണ്. എന്ന പോലെ പരമാത്മാവിനിരിക്കാനുള്ള ഉപാധിയാണ് നിന്റെ ശരീരം. അതായത് പരമാത്മാവ് എന്നിലും നിന്നിലും സർവചരാചരങ്ങളിലും സ്ഥിതി ചെയ്യുന്നു. അല്ലയോ പുത്ര, നീ പരമമായ സത്യത്തെയല്ലേ അന്വേഷിക്കുന്നത്? ആ സത്യം നീ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഉണ്മ രണ്ടില്ല, സത്യം രണ്ടില്ല, ഏകമാണ്, അദ്വൈതമാണ് സത്യം. അതാണ് തത്വമസിയുടെ രഹസ്യവും. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു പരമ ചൈതന്യത്തെ തന്ത്രവിധാനത്തിലൂടെ വിഗ്രഹമെന്ന ഉപാധിയിലേക്ക് സമ്മേളിപ്പിക്കുന്നതാണല്ലോ ക്ഷേത്രസങ്കല്പത്തിൻ്റെ അകമ്പൊരുൾ.
ഈ ആത്മശബ്ദത്തെ ശങ്കരാചാര്യർ പരമബ്രഹ്മ ശബ്ദമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ജഗത്തിൻ്റെ ആത്മാവും സത്യവുമാണെന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു. ആധുനിക ഭാരതം ദർശിച്ച മഹാമനീഷിയായ സ്വാമി വിവേകാനന്ദനും പറയുന്നത് എല്ലാ ദർശനങ്ങളും ഒടുവിൽ ഒഴുകിയെത്തുന്നത് ഈ മഹാകാവ്യത്തിൽ ആണെന്നാണ്. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും നീ തന്നെയാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവനും ഈ മഹാവാക്യത്തെ മലയാളത്തിൽ വളരെ ലളിതമായി വിശദീകരിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, ശ്വേതകേതുവിൻ്റെ സംശയങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ അമൃതവർഷിണിയുടെ യൂട്യൂബ് ചാനൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.